നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂണിയൻ ദേശീയ പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത പൊതു പണിമുടക്ക് ജില്ലയിൽ ഹർത്താലിന്റെ പ്രതീതി സൃഷ്ടിച്ചു. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് ചോർന്ന് വീട്ടിൽ തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായിരുന്ന സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ഗുരുവായൂരിൽ 124.650 ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവ് ചാവക്കാട് എക്സൈസിന്റെ പിടിയിൽ. കേരളത്തിലെ ആരോഗ്യമേഖലയെ താറുമാറാക്കിയ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശവപ്പെട്ടി ഏന്തിക്കൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂണിയൻ ദേശീയ പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത പൊതു പണിമുടക്ക് ജില്ലയിൽ ഹർത്താലിന്റെ പ്രതീതി സൃഷ്ടിച്ചു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ഏതാനും KSRTC ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്. നഗരത്തിലെ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല. തുറന്നു പ്രവർത്തിച്ച കടകൾ ചിലയിടങ്ങളിൽ സമരാനുകൂലികൾ അടപ്പിച്ചു. ചിലയിടത്ത് വാഹനങ്ങൾ തടയുകയും ചെയ്തു. പണിമുടക്കിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനങ്ങൾ നടന്നു. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് ചോർന്ന് വീട്ടിൽ തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായിരുന്ന സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. വെള്ളാങ്കല്ലൂർ എരുമത്തട സ്വദേശി തൃക്കോവിൽ വീട്ടിൽ രവീന്ദ്രന്റെ ജീവിത പങ്കാളി 60 വയസ്സുള്ള ജയശ്രീയാണ് മരിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇവർ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് മരിച്ചത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വെള്ളാങ്കല്ലൂരിലെ വീട്ടിലെത്തിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. ജയശ്രീയുടെ ഭർത്താവ് രവീന്ദ്രനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹം ഇപ്പോഴും എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുവായൂരിൽ 124.650 ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവ് ചാവക്കാട് എക്സൈസിന്റെ പിടിയിൽ. ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. ചൊവ്വല്ലൂർ കറുപ്പം വീട്ടിൽ അബ്ദുൽ കരീമിന്റെ മകൻ 24 വയസ്സുള്ള അൻസാറിനെയാണ് 124.650 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പിടികൂടിയത്. ഇന്നലെ രാത്രി 10 മണിയോടെ ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ റിൻഡോ CJയും സംഘവും ചേർന്ന് ചാവക്കാട് താലൂക്ക് തൈക്കാട് വില്ലേജ് KSEB ഫീഡറിന് സമീപം റോഡരിൽ നിന്നാണ് അൻസാറിനെ പിടികൂടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 2 ഡപ്പികളിലായി സൂക്ഷിച്ച ഓയിലും പിടിച്ചെടുത്തു. ചെറിയ ഡപ്പിയിൽ 1 ഗ്രാം വരുന്ന ഹാഷിഷ് ഓയിൽ നിറച്ച് 1500 രൂപയ്ക്ക് വിൽപ്പന നടത്തി വരികയായിരുന്നു ഇയാളുടെ പതിവെന്ന് എക്സൈസ് പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാമകൃഷ്ണൻ, പ്രിവന്റീവ് ഓഫീസർമാരായ ബാഷ്പജൻ, TR സുനിൽ, ബിജു AN, അക്ഷയ് കുമാർ MA, WCO സജിത് S സിനി, അബ്ദുൾ റഫീഖ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേരളത്തിലെ ആരോഗ്യമേഖലയെ താറുമാറാക്കിയ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശവപ്പെട്ടി ഏന്തിക്കൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തി. നാട്ടിക പാർട്ടി ഓഫീസിൽ നിന്നും തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പ്രകടനത്തിനും പ്രതിഷേധ യോഗത്തിനു ശേഷം മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പ്രകടനം ജില്ലാ കമ്മിറ്റി അംഗം P. കൃഷ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ട് കേരളത്തെ 50 വർഷത്തിൽ പുറകോട്ട് വലിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയും ഞങ്ങളാണ് നവോത്ഥാനത്തിൻ്റെ നായകന്മാർ. എന്ത് നവോത്ഥാന നായകന്മാരാണ്? 1857നും 1936നും ഇടയിലാണ് കേരളത്തിൽ നടന്ന നവോത്ഥാന സമരങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് മുന്നിട്ട് നിന്നുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടുപ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി. TG രതീഷ് സ്വാഗതം പറയുന്ന ചടങ്ങിന്
രശ്മി ഷിജു നന്ദി പറഞ്ഞു. ജില്ലാ സെക്രട്ടറിമാരായ ഇ.പി. ഹരീഷ്, ഇ.പി. താൻസി, മണ്ഡലം ഭാരവാഹികളായ നിഷ പ്രവീൺ, ലാൽ ഊണുങ്ങൽ, NS ഉണ്ണിമോൻ, KR മോഹനൻ, സുനിൽ ദത്ത്, ഗോകുൽ കരിപ്പള്ളി, അരുണഗിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. വാർത്താ നേരം തുടരുന്നു. ബാറിൽ വെച്ച് നോക്കിച്ചിരിച്ചതിലുള്ള വൈരാഗ്യത്തിൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ചേമാപ്പള്ളി സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്പയാറുള്ള ബാറിൽ നിന്ന് പെരിങ്ങോട്ടുര വടക്കുമുറി സ്വദേശി ഇരിക്കലിൽ വീട്ടിൽ സുരേഷ് കുമാർ എന്നയാളും സുഹൃത്തായ ജയാനന്ദനും കൂടി മദ്യപിച്ചുകൊണ്ടിരിക്കെ സുരേഷ് കുമാറിന് കണ്ടുപരിചയമുള്ള പ്രതിയെ നോക്കി ചിരിച്ചപ്പോൾ പ്രതി സുരേഷ് കുമാറിനെ അസഭ്യം പറയുകയും കയ്യിലിരുന്ന ഗ്ലാസ് കൊണ്ട് മുഖത്തടിച്ചും മറ്റും പരിക്കേൽപ്പിച്ച സംഭവത്തിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ പ്രതിയായ താനൂർ ചെമ്മാപ്പള്ളി സ്വദേശി കോരമ്പി വീട്ടിൽ 37 വയസ്സുള്ള അജീഷ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ പേരുള്ള അജീഷ് വലപ്പാട്, അന്തിക്കാട്, പുതുക്കാട്, തൃശൂർ മെഡിക്കൽ കോളേജ് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പൊതുമുതലിന് നഷ്ടം വരുത്തിയ കേസും 2 കവർച്ചാ കേസും 1 മോഷണ കേസും അടക്കം 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് MK, SI സദാശിവൻ, CPOമാരായ സോഷി PS, സന്ദീപ്, സതീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മതിലകം ഗ്രാമപഞ്ചായത്തിലെ 5 നാടോടി കുടുംബങ്ങൾക്കായി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ ഭൂമിരേഖ കൈമാറ്റം ജൂലൈ 11 വൈകിട്ട് 3 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിക്കുമെന്നും കൂടാതെ കഴിഞ്ഞ 1 വർഷക്കാലമായി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പൂർത്തീകരിച്ച 6 പദ്ധതികളുടെ ഉദ്ഘാടനമാണ് മന്ത്രി MP രാജേഷ് നടത്തുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് മികച്ച സൗകര്യങ്ങളോടുകൂടിയ ഓഫീസ് കെട്ടിടം, വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യം MCFൽ എത്തിക്കുന്നതിന് ഹരിതകർമ്മസേനയ്ക്ക് നിലവിലുള്ള വാഹനത്തിന് പുറമെ 7.8 ലക്ഷം രൂപ ചെലവഴിച്ച് വാങ്ങിയ മഹീന്ദ്ര മാക്സിമോ പിക്കപ്പ് വാൻ, മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും സ്ഥാപിച്ച മിനി MCFO, ബോട്ടിൽ ബൂത്തുകൾ, ബിന്നുകൾ, 17 ലക്ഷം രൂപ ചെലവഴിച്ച് മൃഗാശുപത്രി, ഹോമിയോ ആശുപത്രി, കൃഷിഭവൻ, കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച സോളാർ പാനലുകൾ, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33 ലക്ഷം രൂപ ചെലവഴിച്ച് 8 കോൺക്രീറ്റ് റോഡുകൾ, 125 പശുത്തൊഴുത്തുകൾ, ഔഷധ കൃഷി വ്യാപനത്തിന്റെ ഭാഗമായി 10 ഏക്കറിൽ കുറുന്തോട്ടി കൃഷി തുടങ്ങിയവയാണ് പദ്ധതികൾ. പരിപാടിയുമായി ബന്ധപ്പെട്ട് കൈപ്പമംഗലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ET ടൈസൺ MLA, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനത്ത് ബഷീർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KS രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, കുടുംബശ്രീ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത നടത്തി. എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ ആരംഭിച്ച ഞാറ്റുവേല ചന്ത ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PR നിഖിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ KA മേഘ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK ഫൽഗുണൻ, നവമി പ്രസാദ്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ VK ജ്യോതി പ്രകാശ്, ഡോക്ടർ KB സജു, ഹരിലാൽ മാണിയത്ത്, ബൈന പ്രദീപ്, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, PA ഷമീർ, PH ബാബു, സജീഷ് സത്യൻ,
CDS ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക മേഖലയിൽ തന്നെ പുത്തൻ ഉണർവുണ്ടാക്കിക്കൊണ്ട് കാർഷിക സംസ്കൃതിയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ എല്ലാവിധ സാധനങ്ങളും, പൂച്ചെടികളുണ്ട്, മറ്റ് ഫലവൃക്ഷ തൈകളുണ്ട്, പച്ചക്കറി തൈകളുണ്ട്, അങ്ങനെ നമ്മൾക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളുടെയും വിത്തുകളും തൈകളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് ജനങ്ങളിലേക്ക് വിതരണം ചെയ്തുകൊണ്ട് നമ്മുടെ കാർഷിക സംസ്കൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ഞാറ്റുവേലകളിൽ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പണ്ടൊക്കെ കൃഷി ചെയ്തിരുന്നത്. ഇപ്പോൾ കാലാവസ്ഥയ്ക്കൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുമ്പോൾ ഞാറ്റുവേലയിൽ നട്ട സാധനമൊന്നും കുരുക്കാതെ പോവില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ട്. പണ്ട് മുതലേ നമ്മുടെ ചിന്തകളിലും പണ്ട് മുതലേ തന്നെ നമ്മുടെ മുൻ തലമുറക്കാർ നമ്മളിലേക്ക് പകർന്നു തന്ന നാട്ടറിവിൻ്റെ ഭാഗമായും ഒക്കെ നമ്മൾക്കറിയാം. തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇത് തന്നെയാണ്. കാലാവസ്ഥയുടെ വെയിലും മഴയും ഇടകലർന്ന സമ്മിശ്രമായ ഒരു കാലാവസ്ഥയിൽ എന്ത് കൃഷി ചെയ്താലും അത് വളരെ സുഭിക്ഷമായി നല്ല രീതിയിൽ തന്നെ വളർന്നു വലുതാകും എന്ന സത്യം നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതുമാതിരി നമ്മുടെ കാർഷിക നാണ്യവിളകളും തോട്ടവിളകളും എല്ലാം കുരുമുളകും ഏലവും എല്ലാം ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുപോയപ്പോൾ ജനങ്ങൾ വളരെ സങ്കടത്തോടു കൂടി പറയുകയുണ്ടായി, അയ്യോ നമ്മുടെ എല്ലാ തോട്ടവിളകളും കടത്തിക്കൊണ്ടുപോകുന്നു, കുരുമുളകും ഏലവും എല്ലാം ബ്രിട്ടീഷുകാർ കടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ കോഴിക്കോട് സാമൂതിരി പറഞ്ഞൊരു വാചകമുണ്ട്, അവർക്ക് വിളകളെയല്ലേ കടത്താൻ പറ്റൂ, നമ്മുടെ കാലാവസ്ഥയെ കടത്താൻ പറ്റുമോ? തിരുവാതിര ഞാറ്റുവേലയെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ എന്ന് നമ്മുടെ സാമൂതിരി പറഞ്ഞതായിട്ട് നമുക്കറിയാം. അവരെത്ര കൊണ്ടുപോയാലും നമുക്ക് വീണ്ടും വച്ച് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾക്കത് നട്ടുപിടിപ്പിക്കാം എന്ന ആത്മവിശ്വാസം ജനങ്ങളിലേക്ക് പകരുക എന്നത് കൂടിയാണ് അതിലൂടെ ലക്ഷ്യം. എടത്തിരുത്തി പരിശുദ്ധ കർമ്മലനാഥ ഫറോന ദേവാലയത്തിൽ കർമ്മല മാതാവിൻ്റെയും സഹമധ്യസ്ഥനായ വിൻസെന്റ് ഡി പോളിൻ്റെയും ഊട്ടുതിരുനാൾ ഈ മാസം 20 ആഘോഷിക്കും. ജൂലൈ 11 രാവിലെ 6:15 ഫാദർ പയസ് ചിറപ്പണത്ത് കൊടിയേറ്റം നിർവഹിക്കും. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:15 കുർബാന, ലദീദ്, നൊവേന എന്നിവ നടക്കും. ജൂലൈ 19 വൈകിട്ട് 5:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിബിൻ നായത്തോടൻ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് രൂപം എഴുന്നള്ളിച്ച് വയ്ക്കൽ, പള്ളി ചുറ്റി പ്രദക്ഷിണം എന്നിവ നടക്കും. തിരുനാൾ ദിനമായ ജൂലൈ 20 ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലേപ്പുറം മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 9 മുതൽ നേർച്ച ഊട്ടുണ്ടായിരിക്കും. വൈകിട്ട് 5:30 വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. ഇടവക വികാരി ഫാദർ ജോഷി പാലിയേക്കര, കൈക്കാരന്മാരായ വർഗീസ് ചാലിശ്ശേരി, ഫിലിപ്പ് മീൻ പറമ്പിൽ, ജനറൽ കൺവീനർ ലിജോ മാളിയേക്കൽ, പബ്ലിസിറ്റി കൺവീനർ സൈമൺ ചെറിയത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. പണിമുടക്ക് ദിനത്തിൽ ചേർപ്പ് തൃപ്രയാർ സംസ്ഥാന പാതയിലെ കുഴികളടച്ച് നാട്ടുകാർ. ദേശീയ പണിമുടക്ക് ദിനത്തിൽ പഴുവിൽ പൊതുമരാമത്ത് റോഡിൽ അപകട ഭീഷണി ഉയർത്തിയ കുഴികൾ അടച്ച നാട്ടുകാർ. ഗതാഗത തിരക്കേറിയ ചേർപ്പ് തൃപ്പയാർ സംസ്ഥാന പാതയിൽ കുഴികളടയ്ക്കാൻ അധികൃതർ തയ്യാറാകാതെ വന്നതോടെയാണ് നാട്ടുകാർ ദൗത്യം ഏറ്റെടുത്തത്. പണിമുടക്ക് ദിവസമായതിനാൽ റോഡിൽ വാഹനങ്ങൾ കുറവായതോടെ കല്ലുകളും മറ്റും എത്തിച്ച് കുഴികൾ അടക്കുകയായിരുന്നു. കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിന് ഒട്ടേറെ ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് ഒട്ടേറെ പരാതി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കുഴിയടയ്ക്കൽ പ്രവർത്തനങ്ങൾക്ക് പൊതുപ്രവർത്തകരായ ഉമ്മർ പഴുവിൽ, ബാബു തറയിൽ, അജിത് കൊല്ലടിക്കൽ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂണിയൻ, ദേശീയ പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് ജില്ലയിൽ ഹർത്താലിന്റെ പ്രതീതി സൃഷ്ടിച്ചു. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് ചോർന്ന് വീട്ടിൽ തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായിരുന്ന സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ഗുരുവായൂരിൽ 124.680 ഗ്രാം ആഷിഷ് ഓയിലുമായി യുവാവ് ചാവക്കാട് എക്സൈസിന്റെ പിടിയിൽ. കേരളത്തിലെ ആരോഗ്യമേഖലയെ താറുമാറാക്കിയ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശവപ്പെട്ടി ഏന്തിക്കൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തി. ഇതോടെ വാർത്താനേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.